أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഷറഹ് റാത്തിബുൽ ഹദ്ദാദിലെ 30ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ എല്ലാ നല്ല മേഖലകളും റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും നമ്മൾ എന്തും തെറ്റ് ചെയ്താലും ഒക്കെ അള്ളാഹുവിന്റെ ഖദർ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അതിൽ പ്രധാനമായിട്ട് എണ്ണി വന്ന രണ്ട് ബിദ്അത്തിന്റെ കക്ഷിക്കാരായ മുഅ്തസിലത്തും ജബരിയത്തും. ഇത് രണ്ടിന്റെയും കൂടി ഇടയിൽ സംശുദ്ധമായ കലർപ്പില്ലാത്ത രുചികരമായ ആത്മാവിന് ഔഷധം നൽകി ഇരുലോകവും വിജയിപ്പിക്കുന്ന ഒന്നാണല്ലോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന് നമ്മൾ പറയുന്നു. ഇനി ഇൻഷാ അല്ലാഹ് അതാണ് പറയാനുള്ളത്. അതിന്റെ മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഈ ജബരിയത്ത് എന്ന് പറയുന്ന ഈ വാദം തന്നെ ഇവിടെ ആദ്യമായി ഉന്നയിച്ചത് ആരാണെന്ന് മനസ്സിലാക്കണമല്ലോ. ഇതിവിടെ ആദ്യം തന്നെ പറയുവാൻ ഇസ്ലാമിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ജഅദ് ബിനു ദിർഹം എന്ന് പറയുന്ന ആള്. അയാളാണെങ്കിൽ ആരിൽ നിന്ന് ഇത് നേടിയെടുത്തു? ബയാൻ ബിൻ സംഅത്തിൽ യഹൂദി, ജൂത വിഭാഗത്തിൽപ്പെട്ടതായ ബയാൻ സംഅത്തിൽ നിന്നാണ് ഇത് പഠിച്ചത്. അയാളാണ് എങ്കിലോ ലബീദുൽ അഹ്സമിന്റെ മോളുടെ ഭർത്താവായ താലൂത്താണെങ്കിൽ ലബീദിന്റെ സഹോദരി പുത്രനുമാണ്. ഇങ്ങനെ ബന്ധമുള്ളതായി താലൂത്തിൽ നിന്നാണ് ബയാൻ ബിൻ സംഅത്തി എന്ന് പറയുന്ന ജൂതൻ പഠിച്ചത്. അയാളിൽ നിന്നാണ് ജഅദ് ബിൻ ദിർഹം എന്ന് പറയുന്ന ആള് ഇസ്ലാമിൽ ഈ വാദം ആദ്യമായിട്ട് ഉന്നയിച്ചത്. എങ്കിൽ ഇതിനെ അയാൾ പഠിച്ചത് ലബീദ് നേരിട്ട് പഠിച്ചത് ഈ താലൂത്ത് ഒരു യമനിൽ ജൂതനായ ഒരാളുണ്ടായിരുന്നു, യഹൂദി. അയാളിൽ നിന്നാണ് പഠിച്ചത്. അപ്പോ ജൂതന്മാരാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരും. ഇവരാണ് നമ്മുടെ വിശ്വാസങ്ങളെ തകിടം മറിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമായി അറിയണം. അവരാണ് നമ്മുടെ കഠിന ശത്രുക്കളും. പിഴച്ചതായ എന്തെല്ലാം വാദങ്ങളുണ്ട് എങ്കിൽ അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നൊരു സ്വഭാവം ജൂതന്മാർക്കുണ്ട്. അതിൽപ്പെട്ടതായ ഒരു സംഗതിയാണ് ജബരിയാക്കളുടെ ഈ വാദം. എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജഅദ് ബിൻ ദിർഹം എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥിയുണ്ട് ജഹ്മ് ബിൻ സഫ്വാൻ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹമാണ് ഈ വാദം ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടുവന്നത്. എവിടെ? തിർമുദ് എന്ന് പറയുന്ന പട്ടണത്തിൽ വാദം ഉന്നയിച്ച ആള് ഇയാളാണ്. ഹിജ്റ 2ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ വാദം നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഞാൻ ഈ പറഞ്ഞ വിഷയം ഉസ്താദന്മാർ ഇതിലുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പറയട്ടെ. ഗ്രന്ഥം കൈഫ നുആമിലു അഹ്ലൽ ബിദ്അ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്തതിന്റെ ചെറിയൊരു ഭാഗമായതുകൊണ്ട് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മുടെ വിഷയം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതല്ലേ. ചുരുങ്ങിയ ഒരു രീതിയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് പ്രതിപാദിക്കാം. അപ്പോൾ ജബരിയത്തിന്റെയും മുഅ്തസിലത്തിന്റെയും വാദം നമ്മിൽ നിന്ന് പോയി പോകും. അല്ലാഹു പോക്കട്ടെ. ജഅലല്ലാഹു തആല മിന്നും ബിഫദ്ലിഹി. ആദ്യമായി മഹാനവറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പ്രാർത്ഥിക്കണമല്ലോ. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടക്കാരിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തട്ടെ. എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം? അന്നഹു ലാ യകൂനു കായിനുൻ സഗീറുൻ വലാ കബീറുൻ ഇല്ലാ ബിഖളാഇഹി വമശീഅതിഹി വഇറാദതിഹി വഖുദ്റതിഹി. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇതാണ് നമ്മുടെ വിശ്വാസം. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ ആശയം എന്താണ്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഉണ്ടാകുന്ന ഏത് കാര്യം ചെറുതാവട്ടെ വലുതാവട്ടെ, ഏത് ചെറിയതായാലും ഏത് വലുതായാലും എന്തായാലും ഇവിടെ ഉണ്ടാകുന്നതൊന്നും ഉണ്ടാകുന്നില്ല അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ, മശീഅത്തിഹി അള്ളാഹു തആലാന്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ, ഇറാദത്തിഹി അള്ളാഹുവിന്റെ വേണ്ടുക കൊണ്ടല്ലാതെ,
ഖുദ്റത്തിഹി അല്ലാഹു തആല കഴിവ് കൊണ്ടല്ലാതെ. അപ്പൊ ഈ 4 വിശേഷണങ്ങളും ഒത്തിണങ്ങിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യം പ്രപഞ്ചത്തിലുണ്ടാവുന്നതും ചെറുതും വലുതും ഉണ്ടാകാൻ പോകുന്നതും ഉണ്ടായതും എല്ലാം എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ഖളാഉം അള്ളാഹുവിന്റെ മശീഅത്തും അള്ളാഹുവിന്റെ ഇറാദത്തും ഖുദ്റത്തും സമ്മേളിച്ചുകൊണ്ട് തന്നെയാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും വിശ്വസിക്കേണ്ടതും. വഅന്നൽ ഇബാദ വഅഫ്ആലുഹും അടിയങ്ങളും അടിയങ്ങളുടെ പ്രവർത്തനങ്ങളും അതിൽ ഖൈറഹ വശർറഹ നല്ലതും ചീത്തയും അതിലുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആരാണ് സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ ഖൽഖുല്ലാഹി തആല, നമ്മുടെ എല്ലാം പരിപാലിച്ചു പോരുന്ന റബ്ബുൽ ആലമീനായ ഏകനായ ഖഹാറായ നാസിറായ റബ്ബാണ് നമ്മെ ഇതൊക്കെ സൃഷ്ടിപ്പിക്കുന്നത്. നമുക്കൊരധികാരവും അതിലില്ല. നമ്മൾ ചെയ്യണം, ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്യുകയാണ് നമ്മുടെ നിയമം. അതിനുള്ള അധികാരം അള്ളാഹു തന്നു എന്നല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ പ്രവൃത്തി അള്ളാഹു തആല സൃഷ്ടിക്കുന്നു. നമ്മൾ കത്തിയെടുത്ത് വെട്ടുകയാണെങ്കിൽ മുറിക്കുവാനുള്ളതായിരിക്കുന്ന ആ സമയത്ത് മുറിക്കുക എന്നുള്ള പണി അള്ളാഹു തആല സൃഷ്ടിക്കുന്നു. അങ്ങനെ പ്രയോഗിക്കുന്ന ഒരു ആയുധമായി അള്ളാഹു തആല ആരോഗ്യം അപ്പോൾ അള്ളാഹു തആല നൽകുന്നു. ഇങ്ങനെ അപ്പപ്പോഴെല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ്, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഖാലിഖായ അള്ളാഹുവിന്റെ ഖൽഖ് എന്ന് പറഞ്ഞാൽ. സുമ്മ ബഅദ ദാലിക, പിന്നെ ഇതെല്ലാം തന്നതിന് ശേഷം, ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ, ഇത് കഴിഞ്ഞതിന് ശേഷം യുതാലിബൂന അൻഫുസഹും ബിഇംതിസാലി അവാമിരില്ലാഹി തആല കുല്ലൽ മുതാലബതി എന്താ പറഞ്ഞത്? അല്ലാഹു തആലാന്റെ ഖൽഖാണ്, അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വയുതാലിബൂന അൻഫുസഹും അടിയങ്ങൾ അവരുടെ ശരീരത്തിനോട് തേടുന്നു. എന്താ തേടുന്നത്? ബിംതിസാലി അവാമിരില്ലാഹി തആല കുല്ലൽ മുതാലബതി, അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞതായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അല്ലാഹു തആലക്ക് എല്ലാ വിധേനയും അനുസരിക്കണം എന്ന് സ്വശരീരങ്ങളോട് അള്ളാഹുവിന്റെ അടിയങ്ങളായ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധത്തിലും. വലാ യുറഖിസൂന ലഹാ ഫീ തർക്കി ശൈഇൻ മിൻഹാ, അല്ലാഹു തആല കൽപ്പിച്ച ഏതെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല, ആ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൽ ശരീരങ്ങൾക്ക് യാതൊരു ഇളവും അവർ നൽകുന്നില്ല. ഇതാണ് അടിയങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി കഴിവിന്റെ പരമാവധി എടുത്തുകൊണ്ട് അല്ലാഹു തആലക്ക് അനുസരിക്കുക എന്നുള്ളത് അടിയങ്ങൾ തന്റെ ശരീരത്തിന് നിർബന്ധമാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കുക. അങ്ങനെ ഒഴിവാക്കിയതിൽ വല്ല ഇളവും അവർ നൽകുന്നുണ്ടോ? ഇല്ല. ആ ഇളവാണ് ജബരിയാക്കളൊക്കെ നൽകുന്നത്, ശരിയല്ല. വയഹ്മിലൂനഹ അലാ തർക്കിൽ മൻഹിയാതി വഅലാ ഇജ്തിനാബിഹാ റഅസൻ, തെറ്റായ വിരോധിച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ശറയിൽ, അത് അല്ലാഹുവും റസൂലും തീരുമാനിച്ചതല്ലേ. അങ്ങനെ തെറ്റായി തടയപ്പെടുന്ന എടുക്കാൻ പറ്റാത്ത ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ദൂരീകരിക്കുക. ഇതിന്റെ മേലിൽ ശരീരങ്ങളെ അവർ പ്രേരിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിനോട് പറയുന്നു, അത് നീ ചെയ്യരുത് ശരീരമേ, അതൊരിക്കലും ശരിയല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, നിന്നെ പഠിച്ചത് റബ്ബാണ്, ഖാലിഖായ അള്ളാഹുവിന് നീ വഴങ്ങണം. അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ എടുക്കുക, അത് ഉപേക്ഷിക്കുന്നതിൽ ഇളവില്ല. വിരോധിച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ഒഴിവാക്കാൻ പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഒഴിവാക്കുക. ഇതാണ് ഒരു അടിയങ്ങൾ അള്ളാഹുവിന്റെ ഉത്തമദാസന്മാരായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുന്നതും വിശ്വസിക്കുന്നതും. ഇതാണ് യഥാർത്ഥ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥ വിശ്വാസം നമ്മൾ രൂഢമൂലമാകുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതിനു വേണ്ട എല്ലാ ശ്രമങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ഇടയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വഇൻ വഖഉ ഫീ ശൈഇൻ മിൻഹാ, അഥവാ എങ്ങാനും അല്ലാഹു തആല ഒഴിവാക്കി വർജിച്ച കാര്യങ്ങൾ എങ്ങാനും ഈ അടിയങ്ങൾ ചെയ്താൽ, അതിലെങ്കിലും അവർ സംഭവിച്ചു പോയാൽ എന്താണ് ഈ അടിയങ്ങൾ ചെയ്യുക? ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല, അല്ലാഹു തആല അങ്ങനെ കണക്കാക്കിയില്ലേ, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നാണോ പറയൽ? അല്ല. ഈ അടിയങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ അടിയങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവിടെ ബാദുറു ഇലല്ലാഹി ബിത്തൗബത്തി വൽ ഇസ്തിഗ്ഫാരീന, പടച്ചവനെ പേടി, റബ്ബുൽ ആലമീനായ റബ്ബേ, നീ തടഞ്ഞൊരു കാര്യം ഞാൻ ചെയ്തു പോയല്ലോ, ഞാൻ കള്ളു കുടിച്ചു പോയല്ലോ, വ്യഭിചരിച്ചല്ലോ, അന്യവരെ ഈബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു,
ഇങ്ങനെ തെറ്റായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ എന്നിൽ നിന്ന് സംഭവിച്ചു പോയല്ലോ റബ്ബേ എന്നൊരു വേദനയോടുകൂടി ആത്മാർത്ഥമായി അതാവൻ തോപ ചെയ്യുവാൻ വേണ്ടി വേഗം വെമ്പൽ കൊള്ളുകയും വേഗത്തിൽ തോപ ചെയ്യുവാൻ വേണ്ടി തോപ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിനോട് പാപമോചനം ചെയ്തുകൊണ്ട് തോപ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ശ്രമമാണ് ഈ അള്ളാഹുവിന്റെ ഉത്തമദാസന്മാരായ ഈ അടിയങ്ങൾ ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അവിടെ ഖദർ കൊണ്ട് പറഞ്ഞ് തടി തപ്പുകയല്ല. ഇതന്നെയല്ലേ ഒരു കവി നമ്മെ പഠിപ്പിച്ചത്. എന്ത് വേഗം തോപ ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? ആ തോപ വേഗത്തിൽ ചെയ്യണം. അതാണ് നമ്മൾ വേണ്ടത്. ബാദിറു മതാബൻ ഖബല യുഗ്ലഖു അബ്വാബുഹു വതുത്വാ അലൽ അഅമാലി സുഹബു തസൗദീന. അള്ളാഹു കണക്കാക്കിയതായിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഏടൊക്കെ പൂട്ടിവെക്കൂലേ? ആ ഏടുകൾ പൂട്ടിവെക്കുന്നതിന്റെ മുമ്പും തോബയുടെ കവാടങ്ങൾ അടയുന്നതിന്റെ മുമ്പുമായിക്കൊണ്ട് വേഗം എന്താവും? അടിയങ്ങളെ നിങ്ങൾ തോബ ചെയ്തോളൂ. ബാദിറു, തോബ ചെയ്യാൻ നിങ്ങൾ വേഗം ഉണരുക എന്ന് കവി പഠിപ്പിച്ചത് ഇത്തരം അടിയങ്ങളോടാണ്. അപ്പോ ഈ അടിയങ്ങൾ അങ്ങനെ ചെയ്യും. തെറ്റ് സംഭവിച്ചാൽ വേഗം തോബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിലേക്ക് അവർ വേഗത്തിൽ ഓടിയെടുക്കും. ഇൻഫറതു ഫീ ശൈഇൻ മിനൽ അവാമിരി ബാദറു ലില്ലാഹി ബിഖളാഇഹി വതാബു ഇലല്ലാഹി മിൻ തർക്കിഹി വലാ യഹ്തജ്ജൂന അലല്ലാഹി ലിഅൻഫുസിഹിം അബദാ വലാ യഅ്ദിറൂനഹാ ബിസബ്ഖിൽ ഖദർ വലാ യുറഖ്ഖസൂന ഫീ ദാലിക. ഇങ്ങനെയാണ് ഈ അടിയങ്ങൾ ചെയ്യുക. തെറ്റ് വന്നാൽ തോബ ചെയ്യുന്നുവെങ്കിൽ അല്ലാഹു തആല നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയാൽ, അഥവാ ഉദാഹരണമായി പറയട്ടെ, എല്ലാവരും പറയുന്നത് പോലെ നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അത് ഖളാ ആയിട്ടുണ്ട് എങ്കിൽ എന്തു ചെയ്യും? യഥാർത്ഥ സത്യവിശ്വാസി വേഗത്തിൽ അത് ഖളാ വീട്ടുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഖളാ വീട്ടിയതിന് ശേഷം അള്ളാഹുവിലേക്ക് അവർ തൗബ ചെയ്യും. പടച്ചവനെ, ആ നിർബന്ധമായിരിക്കുന്ന അമൽ ആ സമയത്ത് എടുക്കാതെ ഞാൻ ഖളാ ആക്കിയല്ല റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ, നീ എന്നെ ശിക്ഷിക്കരുത് റബ്ബേ എന്നുള്ള വേദനയോടുള്ള തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കും. അതാണ് ചെയ്യുക. ഇതൊക്കെ ചരിത്ര താളുകളിൽ മറിച്ചാൽ നമുക്ക് എത്ര കാണാൻ കഴിയും ഇല്ലേ? തെറ്റ് ചെയ്താൽ വേഗം ഓടിയെത്തില്ലേ? ഗർഭിണിയായിരിക്കുന്ന അവിഹിത ബന്ധത്തിലൂടെ ഗർഭിണിയായ ഒരു പെണ്ണ് എന്തായി റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വ്യഭിചരിച്ചു പോയി. ഇസ്ലാമിന്റെ നിയമം എന്താണോ അത് നടപ്പാക്കിക്കൊള്ളൂ. അപ്പോൾ നിയമം അവിടെ അവളെ എറിഞ്ഞു കൊല്ലുകയാണ് വിധി. മഹാനായ നബിതങ്ങൾ ഉടനെ എറിഞ്ഞു കൊന്നില്ല. നബിതങ്ങൾ എന്താ ആ സഹോദരിയോട് പറഞ്ഞത്? അവിടെ പിതാവുണ്ട് കൂടെ. പിതാവിനെ വിളിച്ചു, നിങ്ങൾ ഇവളെ കൊണ്ടുപോ, ഇവൾ പ്രസവിക്കട്ടെ, ആ കുട്ടി മുല കുടിക്കണം, ആ കുട്ടിക്ക് വേണ്ട അമ്മിഞ്ഞപ്പാല് അവൾ നൽകട്ടെ, ആ കുട്ടി മുല കൂടി വറ്റിക്കഴിഞ്ഞാൽ ഇവളെയും കൂട്ടി നിങ്ങൾ ഇവിടെ വരണം. അതുപോലെ ചെയ്തു. തിരിച്ചു വന്നു. ഹബീബാനിയുടെ ഹദറത്തിലേക്ക് അതാ സ്ത്രീ വരികയാണ്. സത്യവിശ്വാസിനിയാണ്. അള്ളാഹുവിനെ പേടിച്ചു. തെറ്റ് സംഭവിച്ചു. അതിനുള്ള പ്രാശ്ചിത്വവുമായി ദുനിയാവുള്ള ശിക്ഷ നേടുവാൻ വേണ്ടി അതാ സഹോദരി വരുന്നു. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ ശിക്ഷ വേണ്ട, അള്ളാഹു തആലയുടെ പൊരുത്തം വേണം. അതിന് പറ്റുന്ന തീരുമാനമെടുക്കുവാൻ അള്ളാഹുവിന്റെ ഹബീബായ നബിയല്ലാതെ ആരുണ്ട് ഇവിടെ? അതന്വേഷിച്ചുകൊണ്ടാണ് നബിന്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ അതാ നബി തങ്ങൾ കുഴിവെട്ടിയതിലേക്ക് ഇറക്കിയിട്ട് മറച്ചുകൊണ്ട് എറിഞ്ഞു കൊല്ലുകയാണ്. അങ്ങനെ എറിഞ്ഞു കൊന്നു. അതിനുശേഷം ആ എറിഞ്ഞു കൊന്നതിന് ശേഷം സ്വഹാബാക്കളിൽപ്പെട്ട ആരൊക്കെയോ പറഞ്ഞു, പേര് എന്റെ ഓർമ്മയിൽ വരുന്നില്ല, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു, വളരെ ആക്ഷേപസ്വരത്തിൽ ആ സ്ത്രീയെ പറ്റി ആക്ഷേപിച്ചു. അങ്ങനെ ആക്ഷേപങ്ങൾ ചെയ്തപ്പോൾ ഹബീബ നബി തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി, എന്ത്? ഈ മദീന നിവാസികൾ ഒന്നടങ്കം തോബ ചെയ്താൽ എങ്ങനെയുണ്ടാകും? അത്രത്തോളം വലിയൊരു തോബയാണ്, പക്ഷാത്താപമാണ്. മനസ്സ് തട്ടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി ഈ സ്ത്രീ ചെയ്തിട്ടുള്ളത്. ഇവൾ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ അന്തിച്ചു നിന്നു, പാഠം ഉൾക്കൊണ്ടു. ഇങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസി തെറ്റ് സംഭവിച്ചാൽ വേഗം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങും. ഇസ്ലാമികമായിരിക്കുന്ന വല്ല ശിക്ഷ നടപടികളും ഇവിടെ ഉണ്ടെങ്കിൽ, അതിനായി പറ്റുന്ന രാജ്യമുണ്ടെങ്കിൽ അതിന്റേതായ ഭരണകർത്താക്കളിലേക്ക് ചെന്ന ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട്
അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് സത്യവിശ്വാസികൾ. അവിടെ ഇതെല്ലാം ഖദർ കൊണ്ട് സംഭവിച്ചു എന്ന ജബറിയാക്കളുടെ വിശ്വാസമല്ല ആരും ഏറ്റെടുത്തത്. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുക. ഇടയിൽ ആ ചരിത്രം നമ്മൾ ധാരാളം കേട്ടവരാണ്. ഇതുമായി ബന്ധമുണ്ടായപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. വലാ യഹ്തജ്ജൂന അലല്ലാഹി ലിഅൻഫുസിഹിം അബദാ. അതുപോലെ തന്നെ ഒരിക്കലും അല്ലാഹു തആലയ്ക്ക് എതിരായിക്കൊണ്ട് ഇവരുടെ ശരീരങ്ങൾക്ക് ഗുണമായിക്കൊണ്ട് ലക്ഷ്യം അവർ പിടിക്കില്ല. വലാ യഅ്ദിറൂനഹാ ബിസബഖിൽ ഖദർ. ഇതെല്ലാം ഖദർ തീരുമാനമാണ്, അല്ലാഹു തആല തീരുമാനിച്ചതല്ലേ, ഖദറല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾക്ക് ചെയ്ത ശരീരത്തിനെ അവർ കാരണം നൽകി വിടുകയില്ല, ഒഴിവാക്കി വിടുകയില്ല, പരിഹാരം തേടുമ്പവർ. വലായുറഖസൂന ഫീ ദാലിക. അത്തരം വിഷയങ്ങളിൽ അവർക്ക് ഇളവ് നൽകപ്പെടുകയും ഇല്ല. ഈ രൂപത്തിലൂടെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ ജീവിക്കേണ്ടതും. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ സാക്ഷാൽ ആളുകളുമെന്ന് ബഹുമാനപ്പെട്ടവർ ഈ ശറഹിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അറിയുക, പഠിക്കുക. വഹസ്ബുക മിനൽ ഖദരി അൽ ഈമാനു ബിഹി ഖൈരിഹി വശർരിഹി. അപ്പൊ ഏറി വന്നാൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ഖദർ ഇല്ല എന്നാണോ? അല്ല, ഖദർ ഉണ്ട്. എങ്ങനെയാണ് ഖദർ? ഇങ്ങനെ വിശ്വസിക്കുക. ഈമാൻ കാര്യങ്ങൾ ആറാമത്തെ വിഷയമാണല്ലോ ഖദറിലുള്ള വിശ്വാസം. ഖദറിലുള്ള വിശ്വാസം നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു തആല കണക്കാക്കിയതാണ് ഒരു വിശ്വാസം നമുക്ക് മനസ്സിലുണ്ടാവുക. അത് മതി ഖദറിലുള്ള വിശ്വാസത്തിന്. സുമ്മ കല്ലിഫ് നഫ്സക അൽ ഇംതിസാല ലി അവാമിരില്ലാഹി വൽ ഇജ്തിനാബ ലിമൻഹിഹി വതുബ് അല ദവാമി മിൻ തഖ്സീരിക അനിൽ ഖിയാമി ബിഹഖിഹി. എന്താ ഇവിടെ വേണ്ടത്? അങ്ങനെ വിശ്വാസം ഊട്ടി ഉറപ്പിച്ചതിന് ശേഷം താൻ തന്റെ ശരീരത്തിനോട് കൽപ്പിക്കുക. എന്താ കൽപ്പിക്കേണ്ടത്? ശരീരമേ, അല്ലാഹു തആല നിന്നോട് ഒരുപാട് കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് നീ വഴങ്ങുക, അതനുസരിക്കുക എന്ന് പറയുക. ഒരുപാട് കാര്യം അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ദൂരീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദൂരീകരിക്കുക. നീ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലാഹു തആല കൽപ്പിച്ചതിന് എതിരായി വല്ലതും സംഭവിച്ചാൽ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയനായി ജീവിക്കുന്നതിന് ഇടയിൽ ആ കടമ നിറവേറ്റാൻ കഴിയാതെ വന്നാൽ നീ അവിടെ തോബ ചെയ്യണം. എപ്പോഴും തോബയുണ്ടായിക്കൊണ്ടിരിക്കണം. വസ്തഇൻ ബില്ലാഹി, അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളിലും നീ സഹായം തേടുക. വതവക്കൽ അലൈഹി, അള്ളാഹുവിന്റെ മേൽ നിന്റെ കാര്യം തവക്കുലാക്കുക. അങ്ങനെയല്ലേ പാരമ്പര്യം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തവക്കുൽ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ തവക്കുൽ, ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും തവക്കുലില്ല. ഏതൊരു കാര്യമുണ്ടെങ്കിലും അവിടൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്തിമ തീരുമാനം അത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുന്നു. എന്നതുപോലെ നമ്മുടെ ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിലെല്ലാം നമ്മൾ തവക്കുൽ വേണം. അള്ളാഹുവിനോട് സഹായം തേടണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ വഹിക്കണം. നിരോധനങ്ങൾ മുഴുവനും നമ്മൾ നിരോധിക്കുകയും അതോടൊപ്പം തന്നെ വീഴ്ചകൾ സംഭവിച്ചാൽ തോബ ചെയ്യുകയും വേണം. ഇതാണ് നമ്മൾ അറിയേണ്ടത്. വഖദ് ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇദാ ദുകിറൽ ഖദർ ഫഅംസികൂ എന്നതാ. അപ്പോൾ ഖദറിനെ കുറിച്ചുള്ള ചർച്ച എങ്ങനെ ചെയ്യും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഖദർ നമ്മൾ മനസ്സിലാക്കുക? അതിന് അടഞ്ഞ വാതിലായിക്കൊണ്ടാണ് അവിടുത്തെ തിരുമൊഴി നമ്മെ പഠിപ്പിക്കുന്നത്. എന്താ തിരുമൊഴി? ഇദാ ദുകിറൽ ഖദർ, ഖദർ എന്ന് പറയുന്ന വിഷയത്തെ പറ്റി സംസാരിക്കപ്പെട്ടാൽ ഫഅംസികൂ, നിങ്ങൾ അതിന്മേൽ കൂടേണ്ടതില്ല, നിങ്ങൾ അത് നിർത്തണം. പിന്നെ അവിടുന്ന് മിണ്ടാട്ടം പാടില്ല, മിണ്ടാതെ അതിനെക്കുറിച്ച് അടങ്ങി നിൽക്കുക. അത്രേ ഖദറിനെ പറ്റി പറയാൻ പറ്റുകയുള്ളൂ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ച കാര്യം ഈ ശറഹിലൂടെ ഇതാ നമ്മോട് പറയുകയാണ്. ഫനഹ അനിൽ ഖൗലി ഫീഹി. അതുകൊണ്ട് ഖദറിന്റെ വിഷയത്തിൽ പ്രവേശനം നടത്തി ചർച്ചകൾ നിരോധിച്ചു നബി. വേണ്ട. എന്തുകൊണ്ട്? എല്ലാ കാര്യവും വ്യാഖ്യാനിച്ചറിയുവാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യർ, എല്ലാ കാര്യങ്ങളും നെല്ലും പതിരും തിരിച്ച് അറിയാൻ തുനിയുന്ന പണ്ഡിതന്മാർ, പക്ഷേ ഈ വിഷയത്തിൽ അവർ മൗനികളാണ്, മൗനമായിരിക്കേണ്ടി വന്നു. അത് റസൂലുള്ളാഹി തടഞ്ഞു. എന്താ കാരണം? ലിമാ ഫീ ദാലിക മിനൽ ഖതരി വകസറത്തിൽ വററി. ഇത് വലിയൊരു അപകടമാണ്. മാത്രമല്ല വലിയ ബുദ്ധിമുട്ടും അതിലുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അതിൽ വരാനുണ്ട്.
അതുകൊണ്ട് തന്നെ നബി തങ്ങൾ തടഞ്ഞത്. അതാണല്ലോ മുമ്പ് നമ്മൾ പറഞ്ഞ ജബരിയങ്ങളുടെ സ്വഭാവം. അത്തരം അപകടങ്ങൾ ഇവിടെ വന്നു പോകും. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചർച്ച ചെയ്യണ്ട. അവിടെ വെച്ച് റസൂലുള്ള ഒറ്റവാക്കിലൂടെ അത് അവസാനിപ്പിച്ചു. ഖദറുണ്ടെന്ന് മാത്രം വിശ്വസിക്കുക, അത് മതി നമുക്ക് എന്നാണ്. എങ്കിൽ നോക്കൂ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്താ? മഹാനായ അലിയാർ ആരാ നമുക്കറിയണ്ടേ? നമുക്കറിയാം, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ എന്ന ഹബീബായ നബിയുടെ തിരുമൊഴിയാണത്. എന്താ നബി പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സാന്ദർഭികമായി ബന്ധം ഉള്ളത് കൊണ്ട് ഉണർത്തുക എന്ന് മാത്രം. എന്താ പറയുന്നത്? ഞാൻ ഒരു ഇൽമിന്റെ നഗരമാണ്. ഇൽമിന്റെ നഗരമാകുമ്പോൾ വലിയൊരു നഗരമാണത്. എത്ര നല്ല സുന്ദരമായ ഒരു നഗരം. അഷണ്ടകളില്ല, അഴുക്കുകളില്ല, എല്ലാം തെളിഞ്ഞ ശുദ്ധമായ, കാണാനും ശ്വസിക്കുവാനും അതുപോലെ ഇരിക്കാനും ഉല്ലസിക്കാനും പറ്റുന്ന നല്ലൊരു പൂന്തോപ്പായ ഒരു ഉദ്യാനവും ആ ഉദ്യാനത്തിന്റെ നഗരമാണ് ഞാനെന്ന് ഹബീബാ നബി തങ്ങൾ പറയുമ്പോൾ, ആ നഗരത്തിലേക്ക് കടന്നു വരേണ്ട ഒരു ഗേറ്റ് ഉണ്ട്. ചില്ലറ ഗേറ്റ് പോലെ തുരുമ്പ് പിടിച്ചത് പറ്റില്ല, കാണാൻ ചന്തമില്ലാത്തത് പറ്റില്ല, ഉറപ്പില്ലാത്തതും പറ്റില്ല. പിന്നെ എന്ത് വേണം? നല്ല ഉറപ്പുള്ള, നല്ല കാണാൻ ഗേറ്റ് തന്നെ സൗന്ദര്യമുണ്ട്. ആ ഗേറ്റ് തന്നെ സൗന്ദര്യമുണ്ടാകുമ്പോൾ ആ നഗരം എത്ര ചന്തമുണ്ടാകും. അപ്പോൾ ആ ഇൽമാകുന്ന ഹബീബായ നബി തങ്ങൾ നഗരമാണെങ്കിൽ ഹബീബായ നബിയുടെ ഇൽമാകുന്ന ആ നഗരത്തിലേക്ക് കയറി ചെല്ലുവാൻ പറ്റുന്ന 1 നമ്പർ ഗേറ്റ് ആരാകുന്നു? ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളാണ്. ആ അലിയാർ തങ്ങൾ ഫാത്തിഹയ്ക്ക് വരെ എത്രയോ വ്യാഖ്യാനങ്ങൾ, ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ പറ്റുന്ന വ്യാഖ്യാനം ഫാത്തിഹയ്ക്ക് എഴുതാൻ മാത്രം കഴിവുള്ള മഹാനാണ് അലിയാർ തങ്ങൾ. ആ അലിയാർ തങ്ങളോടാണ് ഒരാൾ വന്നിട്ട് ചോദിച്ചത് എന്ത്? അനിൽ ഖദരി, ഖദർ എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് ചോദ്യം ചെയ്തു. ഫഖാല ഫീ ജവാബിഹി, നമ്മൾ ഈ വാഴ്ത്തപ്പെട്ട നമ്മുടെ മഹാനായ അലിയാർ തങ്ങൾ അതിന് കൊടുത്ത പ്രത്യുത്തരം എന്ന് അറിയണ്ടേ? ഹുവ ബഹറുൻ അമീഖുൻ ഫലാ തലിജുഹു വതരീഖുൻ മുദ്ലിമുൻ ഫലാ തസ്ലുകുഹു സിർറുല്ലാഹി തആല ഖദ് ഖഫിയ അലൈക ഫലാ തുഫ്ശി. വളരെ ഗൗരവമായി തന്നെ, വളരെ ആശയപരമായി ചിന്തിക്കാൻ ഉതകുന്ന രീതിയിൽ അടഞ്ഞൊരു വാതിലായി ഇട്ടുകൊടുത്തത്. എന്താ മറുപടി? എടോ, ആ ഖദറിനെ കുറിച്ച് നീ ഒന്ന് മനസ്സിലാക്കൂ. ഹുവ, ഖദർ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ബഹറുൻ അമീഖുൻ, അറ്റമില്ലാത്ത എത്രയോ ആഴമറിയാത്തൊരു സമുദ്രമാണത്. അതിലേക്ക് ഫലാ തലിജ്, നീ അതിലേക്ക് പ്രവേശിക്കണ്ട. അറ്റമില്ലാത്ത, ആഴമില്ലാത്ത ആ സമുദ്രത്തിലേക്ക് നീ പോയാൽ ആണ്ട് 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 നശിക്കും. രക്ഷപ്പെടുവാനോ കഴിയില്ല. തരീഖുൻ മുദ്ലിമുൻ, അതിന്റെ വഴിയോ, ഖദർ എന്ന് പറയുന്ന റൂട്ട് ഇരുട്ടാണ്, പ്രകാശമല്ല. അതിലൂടെ നീ സഞ്ചരിക്കേണ്ട. ഫലാ തസ്ലുകുഹു, ആ വഴിയിലേക്ക് നീ പോവരുത്. അതിൽ പോയാൽ ഇരുട്ടല്ലാതെ വെളിച്ചം ലഭിക്കുകയില്ല. പോകുന്തോറും ഇരുട്ടിൽ അകപ്പെട്ട് തപ്പിത്തടഞ്ഞ് അന്തം വിട്ട് നീ ഒന്നുമല്ലാതെയായിത്തീരും. വേണ്ട. സിർറുല്ലാഹി തആല, ഖദർ അള്ളാഹുവിന്റെ അതീവ രഹസ്യമാണ്. അത് അള്ളാഹു തആല വിട്ടുകൊടുത്തിട്ടില്ല ആർക്കും. ഖദ് ഖഫിയ അലൈക, അത് നിന്റെ മേലിൽ വളരെ നിഗൂഢമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഫലാ തുഫ്ശി, ആ ഖദറിനെ ചർച്ച ചെയ്ത് പരസ്യപ്പെടുത്താൻ നീ നടക്കണ്ട. ആ സിറിന് പൊളിക്കണ്ട. പൊളിച്ചാൽ നീ അപകടത്തിൽപ്പെടും. അങ്ങനത്തെ ഒരു അപകടമായി വന്ന ഒരു ടീമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജബരിയാക്കൾ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ പല പുത്തനാശയക്കാരും. ഇങ്ങനെയൊക്കെയാണ് ഖദറിനെ കുറിച്ചുള്ള മഹാനായ നബിയുടെയും അലിയാർ തങ്ങളുടെ മൊഴി എന്ന് പറയുമ്പോൾ ഇത് തന്നെ ധാരാളം പോരെ നമുക്ക് വിശാലമായി മനസ്സിലാക്കാൻ. എങ്കിൽ നമ്മുടെ പൂർവികന്മാരായ ആളുകൾ എന്താണ് ചെയ്തത്, എങ്ങനെ പോയത്, അത് നമുക്കൊന്ന് ആലോചിക്കുക. പൂർവികന്മാരിലൂടെയാണല്ലോ നമ്മൾ ദീൻ മനസ്സിലാക്കുന്നതും ഈ കാര്യമൊക്കെ ചിന്തിക്കുന്നതും. വഖദ് മള അമലു സലഫി വൽ ഖലഫി മിൻ അഹ്ലിൽ ഹഖ് അൽ ഈമാനി ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അതുകൊണ്ടുള്ള വിശ്വാസം അഥവാ നന്മയും തിന്മയും, ഇതുകൊണ്ടുള്ള വിശ്വാസത്തിന്റെ മേലിൽ അള്ളാഹുവിന്റെ പാർട്ടിക്കാരാണ് അഹ്ലുൽ ഹഖ് അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷിക്കാരെന്ന് കൂട്ടിക്കോളും അഹ്ലുൽ ഹഖ്. ഈ അഹ്ലുൽ ഹഖ്കാരിൽ നിന്ന് ഖലഫ് സലഫ് എന്ന് പറയുന്ന 2 വിഭാഗക്കാരുണ്ട്. ഈ വിഭാഗക്കാരുടെ പ്രവർത്തികൾ കഴിഞ്ഞു പോയത് അങ്ങനെയാ. നന്മയും തിന്മയും ഉണ്ട് എന്നൊരു ഖദറിന്റെ വിശ്വാസം മാത്രമേ അവർ വിശ്വസിച്ചു വെച്ചു. വൻ അഖദ ഇജ്മാഉഹും, അവരെല്ലാവരും ഏകോപിച്ചു എന്നുള്ളത് കഴിഞ്ഞുപോയി. ഏകോപിച്ച്
സ്ഥിരപ്പെട്ടു. എന്ത്? റഹ്മത്തുള്ളാഹി അലൈഹിം അലാ ദാലിക, അത്തരമൊരു വിശ്വാസമുണ്ട്, അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് എല്ലാവരും ഏകോപിച്ചു. വഅലൽ ഇംസാകി അനിൽ ഇഹ്തിജാജി ബിൽ ഖളാഇ വൽ ഖദരി അൻ തർക്കിൽ അംരി വഇതിയാരിൻ നഹി, തെറ്റായ കാര്യത്തെ കൊണ്ടുവരിക, കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. ഈ സന്ദർഭങ്ങളിൽ ഖദർ, ഖളാ എന്ന് പറഞ്ഞ് ലക്ഷ്യം പിടിക്കലിനെ തൊട്ട് പണ്ഡിതന്മാർ ഈ പറഞ്ഞ സലഫും ഖലഫും മൗനികളായി മിണ്ടാതെ നിന്നു. അതിന്റെ മേലിലും അവർ ഇജ്മാ ആണ്. ഇങ്ങനെയാണ് നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഇവിടെ സലഫ് ഖലഫ് എന്ന് പറയുന്ന രണ്ട് പൂർവികന്മാരായ മഹാന്മാരുണ്ട്. ആരാ സലഫ്, ആരാ ഖലഫ്? ആരെ കൊണ്ടാണ് പറയാൻ നോക്കിക്കോളൂ. വഹുമ്മൻകാനു ഖബലൽ 500 വഖീല അൽ ഖർനു സലാസി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹിജ്റ 500 മുമ്പ് കഴിഞ്ഞു പോയ മഹാരഥന്മാരൊക്കെ എന്താണ് സലഫ്. അല്ല, അഭിപ്രായമുണ്ട് 3 നൂറ്റാണ്ടിന്റെ മുമ്പ് എന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5 അല്ലെങ്കിൽ 3 ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ മഹാരഥന്മാരാണ് ആര്? സലഫ് എന്ന് മനസ്സിലാക്കുക. ഖലഫോ വഹും മൻ കാനൂ ബഅദൽ 500 വഖീല മിൻ ബഅദിൽ ഖർനി സലാസതി. ഖലഫ് എന്ന് പറയുന്നവർ ഹിജ്റ 500 ശേഷം വന്നവർ, അല്ലെങ്കിൽ 300 ശേഷം വന്നവർ. അപ്പൊ 5 നൂറ്റാണ്ടിന്റെ ശേഷമുള്ളവർ എന്താണ് ഖലഫ്, 5 നൂറ്റാണ്ടിന്റെ മുമ്പുള്ളവർ സലഫ്. അപ്പൊ സ്വഹാബാക്കളും അവരോട് പിൻപറ്റി ജീവിച്ച താബിഈങ്ങളിലും ഉഖ്റവിയായ പണ്ഡിതന്മാർക്ക് ഇതിന് വരുന്ന ഈ ടീമിനെയാണ് നമ്മൾ അനുകരിക്കേണ്ടതും അനുകരിക്കുന്നതും. ഇവരൊക്കെ ഇങ്ങനെയാണ് ഖദറിലുള്ള വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇതാണ് നമ്മുടെ വിശ്വാസം. അതിലൂടെ മുന്നോട്ട് പോകുവാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഈ സലഫിനെ കുറിച്ചും ഖലഫിനെ കുറിച്ചും പറഞ്ഞ ഈ കണക്ക് ഏത് കിതാബിലുണ്ടെന്ന് ചോദിക്കുകയാണ് എങ്കിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഹാഷിയത്തുൽ ബാജൂരി എന്ന് പറയുന്ന ഗ്രന്ഥം മറിച്ചാൽ ഈ വിഷയം കാണും. ആവട്ടെ, വിഷയത്തിലേക്ക് ഞാൻ മടങ്ങുന്നു. വകാനൂ യറൗന ദാലിക മിൻ അഅ്ളമിൽ മുൻകറാത്തി എന്ന അവര് അഭിപ്രായപ്പെടുകയും ചെയ്തു. സലഫും ഖലഫും എന്തിനെ? ഇത് വലിയൊരു കുറ്റമായിട്ട് അവർ കണ്ടത്. തെറ്റായ കാര്യം കൊണ്ടുവരികയും നിർബന്ധമായും സുന്നത്തുമായി കൽപ്പിച്ച കാര്യം ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ ഖദർ, ഖളാ എന്ന് പറഞ്ഞ് ലക്ഷ്യം പിടിക്കൽ ഏറ്റവും വലിയതായിരിക്കുന്ന കുറ്റമാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. യറൗനദാലിക എന്ന് ഇവിടെ പറഞ്ഞത് എന്ന് തിരിയാത്തവരുണ്ട് എങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഷറഹിന്റെ മുസന്നിഫ് പറയുന്നു, അഇനി അൽ-ഇഹ്തിജാജ ബി അംരിൽ ഖദരി ഇൻദർതികാബിൽ മുഹറമി വതർക്കിൽ വാജിബാത്തി എന്നതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. പണ്ഡിതന്മാര് അത് അഭിപ്രായപ്പെട്ടു പറഞ്ഞാൽ ഇതാണ് ഏത് നമ്മൾ പറഞ്ഞ വാജിബാത്തുകൾ ഉപേക്ഷിക്കുക, തെറ്റായ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഈ സന്ദർഭത്തിൽ ഖദറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ലക്ഷ്യം പിടിക്കുക എന്നുള്ളതാണ്. ഇത് വലിയ തെറ്റാകുന്നു എന്നാണ്. ഫഇൻ കുൻത മിൻ അഹ്ലിൽ ഹഖ് ഫഖ്തദി ബിഹിം വസ്ലുക് സബീലഹും. അതുകൊണ്ട് എന്റെ സഹോദര, നീ വേണ്ടത് എന്താണെന്നറിയാമോ? നീ ഹഖിന്റെ അഹ്ലുകാര കൂട്ടത്തിൽപ്പെട്ടവനാണ് എങ്കിൽ ബിദ്അത്തുകാരല്ലാത്ത സുന്നത്ത് ജമാഅത്തുകാരായ യഥാർത്ഥ മുസ്ലിം മുഅ്മിനുമായ സുന്നത്ത് ജമാഅത്തിന്റെ പാർട്ടി ഹഖിന്റെ പാർട്ടി എന്ന് മനസ്സിലാക്കുക. അതിൽ നീ പെട്ടവനാണ് എങ്കിൽ ഫഖ്തദി ബിഹിം, ഈ സലഫും ഖലഫും കഴിഞ്ഞുപോയ പണ്ഡിതന്മാരിലെ അവരോട് നീ തുടരുക. വസ്ലുക് സബീലഹും, അവരുടെ വഴികളിലൂടെ നീ സഞ്ചരിക്കുക. എന്നാൽ നിനക്ക് രക്ഷപ്പെടാം. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. وإلا فقد سمعت ما قال الله تعالى للمتبعين غير سبيل المؤمنين. അല്ല, നീ ഹക്കിന്റെ പാർട്ടി അല്ല, ബിദ്അത്തുകാരനാണ് എങ്കിൽ എന്റെ സഹോദര, അല്ലാഹു തആല പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? ആരോട്? സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ പാത വിട്ടുകൊണ്ട് അപകടം പിടിച്ച ബിദ്അത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന പിൻപറ്റുന്ന ആളുകളോട് അല്ലാഹു തആല പറഞ്ഞ വാക്ക് നീ കേട്ടിട്ടില്ലയോ? എന്നാ നിനക്ക് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം സഹോദര, നീ കേൾക്ക്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസഅത് മസീറ എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്താ അല്ലാഹു പറഞ്ഞത്?
സത്യം നിങ്ങൾക്ക് ഇവിടെ വെളിവായിട്ടുണ്ട്, സന്മാർഗം എന്താണെന്ന് ഒരാൾക്ക് വെളിവായി. അങ്ങനെ വെളിവായതിന് ശേഷം ഹബീബായ റസൂലിന്റെ പാതയും വിട്ടുകൊണ്ട് ആ റസൂലുള്ളയോട് എതിർക്കുന്നവൻ, മുഅ്മിനീൻ, സത്യവിശ്വാസികളായ നബിയോട് പിൻപറ്റി ജീവിച്ച സ്വഹാബാക്കളും താബീങ്ങളും അയിമ്മത്തുകളും സലഫുസ് സാലിഹീങ്ങളും സലഫുൽ ഖലഫും ഇവരൊക്കെ പിന്തുടർന്നു പോന്ന മുഅ്മിനീങ്ങൾ, അവരുടെ വഴിയല്ലാത്ത മറ്റൊരു വഴി സഞ്ചരിക്കുന്നവൻ, തുടരുന്നവൻ മനസ്സിലാക്കിക്കോൻ ഉവല്ലിഹി, നമ്മൾ അവന് ഏറ്റെടുത്തു. മാത്രമല്ല, എന്താണോ അവൻ ഏറ്റെടുത്തതെങ്കിൽ അതൊക്കെ നമ്മൾ അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുമായി അവൻ സഞ്ചരിക്കട്ടെ. എന്നിട്ട് അവസാനം അല്ലാഹു തആല ആയത്തിലൂടെ ഇത്തരം ആളുകളെ ഭയപ്പെടുത്തിയത് എന്താ? വനുസരിഹി ജഹന്നമ, അവനെ നമ്മൾ അവസാനം നരകക്കുണ്ടിലേക്ക് തള്ളി വീഴ്ത്തും അവനെ. മസീറ, അവന്റെ അഭയകേന്ദ്രം വളരെ മോശമാണ്. ഇത് ഇവൻ മനസ്സിലാക്കിക്കോട്ടെ എന്ന അള്ളാഹുവിന്റെ താക്കീതടാ, നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നു. ഇനി നീ ഹക്ക് വേണോ ബാത്തില വേണ്ട തീരുമാനിച്ചോ എന്നാണ് ഈ ആയത്ത് ഓതിയിട്ട് വസ്മഉൽ ആൻ എന്ന് ബഹുമാനപ്പെട്ടവർ ഈ സറഹിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മഹാനവറുകൾക്ക് കഴിയുന്നത് പറഞ്ഞു തന്നു, ഇനി സത്യവും അസത്യവും തീരുമാനിച്ചോ എന്നാണ് പറയുന്നത്. എത്ര വലിയ ഒരു താക്കീതായത്! മുഅ്മിനുകളെ നമ്മൾ അറിയണ്ടേ, നമ്മൾ പേടിക്കണ്ടേ. ഇതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന് എതിര് വരുന്ന ഏത് കക്ഷിക്കാരെയും മുഖം നോക്കാതെ, പ്രാണിത്വം നോക്കാതെ, അധികാരം നോക്കാതെ പൂർവികന്മാരായ ആളുകൾ അവർക്ക് എതിരിൽ എന്നും എഴുതിക്കൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പൂർവികന്മാർ ചെയ്ത പണിയാ. ആ പണിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. എന്നെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിക്റും സദസ്സൊക്കെ ശരിയാവുകയുള്ളൂ എന്നുള്ള ഒരു ധ്വനിയും കൂടി ഇത്തരം കാര്യങ്ങൾ പറയുന്നതിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. സുമ്മഴയിലാം, സഹോദര അറിയോ, ഈ ഇലം ഇട്ട് പറഞ്ഞാൽ അലയിട്ട് പറയുന്നത് പോലൊക്കെ കാര്യമായി ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാ. അല പറയുന്നതിനാ തെമ്പീകിനല്ലേ, ശ്രദ്ധിച്ചോ ബേക്കിൽ പറയുന്ന കാര്യം എന്നതുപോലെ. എടോ സഹോദരൻ, നല്ലോണം അറിഞ്ഞോ, മനസ്സിരുത്തി ചിന്തിച്ചോ, വ്യക്തമായി അറിഞ്ഞോ. റഹിമക്കല്ലാ, അള്ളാഹ് നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്താ അറിയേണ്ടത്? ബി അന്നഹു ലാ യജൂസു വലാ യസിഹു ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയായ ഒരാൾക്ക് യോജിച്ചതല്ല, ശരിയായതുമല്ല. എന്ത്? അയ്യഅ്തഖിദ ഫീ നഫ്സിഹി, അവന്റെ സ്വന്തം ശരീരത്തിൽ അവൻ വിശ്വസിക്കൽ. എന്ത് വിശ്വസിക്കല്? അന്നഹു ലാ ഹറജ വലാ ജുനാഹ അലൈഹി ഇദാ തറക വാജിബൻ ഔ ഫഅല മുഹറമൻ, ഹറാമായത് അവൻ ചെയ്തു, നിർബന്ധമായത് അവൻ ഒഴിവാക്കി. എന്നാൽ അതിന്റെ പേരിൽ സ്വന്തം ശരീരമാകുന്ന നീ തീരുമാനിക്കുക, നിനക്ക് കുറ്റമില്ല, നിനക്ക് ശിക്ഷയില്ല. ഈ ഒരു വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇത് ശരിക്ക് നീ ആലോചിച്ചോ. എന്താ നീ അങ്ങനെ പറയാൻ കാരണം? ലിഅന്നൽ ഖദറ ഗാലിബുൻ ലഹു വസാബിഖുൻ അലൈഹി, ഇതിന്റെ മുമ്പ് ഖദർ ഉണ്ടായില്ലേ? അപ്പൊ ഖദർ കൊണ്ട് സംഭവിച്ചതല്ലേ? ഖദർ എന്നേക്കാൾ വിജയിച്ചു പോയില്ലേ? അതുകൊണ്ട് ഖദർ കൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് നിർബന്ധമായതൊക്കെ ഒഴിവാക്കി ഹറാമായതൊക്കെ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് പറയാ, എനിക്ക് അള്ളാനൊന്നും കുറ്റൊന്നും ഉണ്ടാവൂല, എന്നെ അള്ള ശിക്ഷിക്കൊന്നുമില്ലോ. എന്താ കാരണം? ഇതൊക്കെ ഖദർ കൊണ്ട് സംഭവിച്ചതല്ലേ. ഇങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അപകടമാണ്. നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്ന്, ഇഖ്തിയാർ, നമുക്ക് ചെയ്യാനുള്ള അവകാശം, അതിനുള്ള തന്റെ ഇടവും വിവേകവും നമുക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹ്. ഇതിലേറെ കൂടുതലായി നമുക്ക് ഏഴാമത്തെ ഫായിദ അതിനുള്ളത് തന്നെയാണ്. ആ ഫായിദയിൽ പറയുന്ന വിഷയം മനസ്സിലാവണമെങ്കിൽ അതിന്റെ മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി മുന്നോടിയായിട്ടാണ് ആറാമത്തെ ഒരു ഫായിദ ബഹുമാനപ്പെട്ട വ്യക്തമായി കൊണ്ടുവരാൻ കാരണം. അഥവാ അനങ്ങിയാൽ ഖദർ കൊണ്ട് തെളിവെടുക്കുക, ആ തെളിവ് ഇല്ലാതാക്കലാണ്. അത് ആരുടെ ലക്ഷ്യമാണ്, ആ കൂട്ടത്തിൽ നമ്മളെങ്ങനെ പറയണം എന്നുള്ള ചർച്ചയാണ് ആറാം ഫായിദയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കി വിലയിരുത്തുവാനും നമ്മുടെ വിശ്വാസങ്ങൾ ദൃഢമായി ശരിയായി നിൽക്കുവാനും രാജാതിരാജൻ അവന്റെ റഹ്മത്ത് കൊണ്ട് ഫദ്ൽ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്ക് ദുആയിരക്കണം. ദുആ നമ്മുടെ ആയുധമല്ലേ. സുമ്മ ഇദാ സ്വദറ മിൻഹു ഫിഇലുൻ ഔ തർകുൻ ലാ യർളല്ലാഹു തആല ബിഹി, പിന്നീട് അവരിൽ നിന്ന് ഈ പ്രവൃത്തി ഉണ്ടായാൽ അല്ലെങ്കിൽ ആ ഒഴിവാക്കൽ ഉണ്ടായാൽ അത്തരം കാര്യം കൊണ്ട് അല്ലാഹു തആല തൃപ്തിപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കുക. എന്ത്? ഇവരിങ്ങനെ വിശ്വസിച്ചു, ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾ എങ്ങനെ? എല്ലാം ഖദറ,
ഇത് അവന്റെ വിശ്വാസമുള്ളൂ. എല്ലാം ഖദറാണ്. ഈ ഖദർ പ്രകാരം ഈ ഖദർ കൊണ്ട് വിശ്വസിക്കുന്ന ഈ ചെങ്ങായി ഒക്കെ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടായതല്ലേ അവന്റെ വിശ്വാസം. എങ്ങാനും നിസ്കരിച്ചാലോ അല്ലെങ്കിൽ ഹറാമായതൊക്കെ ഒഴിവാക്കിയാലോ അള്ളാഹ്ക്ക് അവനെ വേണ്ട. എന്താ കാരണം? അവന്റെ വിശ്വാസം ശരിയല്ല. അതാണ് കർമ്മം നന്നായാൽ പോരാ, പിന്നെന്ത് വേണം? വിശ്വാസം ശരിയാവണം. അതാണ് മനസ്സ വാച കർമ്മണ മൂന്നും നന്നാവണം എന്ന് ഒരു ഭാഷയിൽ പറയാറുണ്ടല്ലോ. അത് എന്നതുപോലെ നമ്മൾ എന്ത് വേണം? മനസ്സ് വിശ്വാസം റെഡിയാക്കണം. മനസ്സിലെ വിശ്വാസം, ഹൃദയ വിശ്വാസം ഉറച്ചെങ്കിലേ, അതാണ് അടിത്തറ. അത് ഉറച്ചെങ്കിലേ കർമ്മം നന്നാവുള്ളൂ. പിഴച്ച വിശ്വാസമാണെങ്കിൽ കർമ്മം എത്ര നന്നായിട്ട് കാര്യമില്ല, അള്ളാഹ്ക്ക് വേണ്ട. فإن احتج بالقدر على إقامة العذر لنفسه وهو باق على الاختيار والتمييز എന്ന്. ഇനി നമുക്ക് അതിന്റെ എതിർ വിഭാഗം മനസ്സിലാക്കണം. അഥവാ നമ്മുടെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. എന്താ? ഖദർ കൊണ്ട് അവൻ ലക്ഷ്യമാക്കി എന്തിന്റെ മേലിൽ? അവന്റെ സ്വന്തം ശരീരത്തിനൊരു കാരണമുണ്ട്. അവൻ ചെയ്തൊരു തെറ്റ്, അതിനൊരു കാരണമായി. ആ കാരണം നിലനിർത്താൻ, അതിന് തെളിവ് നിരത്താൻ വേണ്ടി പടച്ചോൻ തന്ന ഖദറല്ലേ അങ്ങനെ സംഭവിച്ചു എന്നൊരു ഖദർ കൊണ്ട് അവൻ എന്താക്കി? ലക്ഷ്യം പിടിച്ചു. പക്ഷേ അവന്റെ വിശ്വാസം എങ്ങനെ നിൽക്കുന്നത്? ഇത് പറയുമ്പോഴും അവന് അല്ലാഹു തആല നല്ലതും ചീത്തയും നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും ചെയ്യാനും തിരഞ്ഞെടുക്കുവാനുള്ള ഇഖ്തിയാർ, അവന് സ്വയിഷ്ടപ്രകാരം ചെയ്യുവാൻ സ്വയാധികാരം, വകതിരിവും രണ്ടും അല്ലാഹു തആല എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടെ ഈ അടിമയിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു, അവിചാരിതമായി സംഭവിച്ചു എന്ന് വെച്ചോളൂ. വിശ്വാസം ഇങ്ങനെയാ. അവന്റെ വിശ്വാസം ഖദർ ഒക്കെ തെറ്റ് അള്ളാഹ് കണക്കാക്കി എന്നതല്ല. ഇഖ്തിയാറുണ്ട്, വകതിരിവുമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യവും നല്ലത് തെരഞ്ഞെടുക്കാനും പ്രവർത്തിക്കാനുള്ള അധികാരം അള്ളാഹ് എനിക്ക് തന്നിട്ടുണ്ട് എന്ന വിശ്വാസം നിലനിൽക്കെ അവന്റെ സ്വശരീരത്തിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചാൽ അല്ലെങ്കിൽ നിർബന്ധമായത് ഉപേക്ഷിച്ചാൽ അപ്പോൾ അവൻ പറയുന്നത് അവിചാരിതമായി സംഭവിച്ചു പോയി, റബ്ബിന്റെ തീരുമാനം അങ്ങനെയായിരിക്കും എന്നൊരു തെളിവ് നിരത്താൻ ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? ഫഖദ് ഇഹ്തമല ബുഹ്താനം വ ഇസ്മം മുബീന എന്ന പറയാനുള്ളത്. അതേ, ശരിയല്ല, അങ്ങനെ പറയലും ശരിയല്ല. പിന്നെന്താ? അങ്ങനെ അവൻ പറയുന്നത് ബുഹ്താനാണ്, കളവാണ്. മാത്രമല്ല അതിവ്യക്തമായിരിക്കുന്ന കുറ്റം കൂടി ചുമന്നു. അവൻ കളവും ചുമന്നു, കുറ്റവും ചുമന്നു. കാരണം എന്താ? വിശ്വാസം അവന് ചെയ്യാൻ അധികാരമുണ്ടല്ലോ, തെരഞ്ഞെടുക്കാൻ. എന്നിട്ട് അത് മാറ്റി വെച്ച് തെറ്റിക്ക് പോയതല്ലേ. അവിടെ ഖദർ പറഞ്ഞു നിൽക്കണ്ട എന്നോ. എത്രയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഗണിക, എത്ര ശുദ്ധമായിരിക്കണമെന്നാ പഠിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ ഖദർ എന്ന് പറഞ്ഞു പോയി എന്നല്ലാതെ എന്നെ മനസ്സിലായത് ഇപ്പൊ ഇത് പറയുമ്പോഴാണ് പടച്ചവനെ ഖദറിന്റെ കോലം. ഇനി അടുത്ത ഫായിദയിൽ പറയുമ്പോ എന്തായിരിക്കും? അല്ലാഹു കാക്കട്ടെ. വഖദ് ഖശീതു അൻ തകൂന ആദിഹിൽ ബലിയത്തു ഖദ് ദബ്ബത് ഇലാ ഉനാസിം മിനൽ മൻസൂബീന ഇലൽ ഇൽമി വസ്സലാഹി. എന്താ മഹാൻ പറയുന്ന വാക്ക് നോക്കൂ, അതിഗൗരവമാണ്. പണ്ഡിതന്മാരോടാണ് ഈ പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ പേടിച്ചു പോയി എന്ന് ആര് പറയാ? നമ്മുടെ ഷറഹിന്റെ മുസന്നിഫായ ഹബീബ് എന്നവർ പറയാ, അന്തകൂന ഹാദിഹിൽ ബലിയത്തു, ഇതാ ഈ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒക്കെ ഖദർ കൊണ്ട് നടക്കുന്ന ഒന്നാണെന്ന് പറയുന്ന ഈ ഒരു പരീക്ഷണമുണ്ടല്ലോ, ഈ ഒരു പരീക്ഷണം അത് ദബ്ബത്ത്, അത് നടന്നിങ്ങനെ സഞ്ചരിച്ചു പോകുന്നു, അരിച്ചരിച്ച് എവിടെ എത്തി? ഇലാ ഉനാസിമിനൽ മൻസൂബീന ഇലൽ ഇൽമി വസ്സലാഹി, നല്ല ആൾക്കാര്, പണ്ഡിതന്മാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് ചില ആളുകളിലേക്ക് ഈ ഒരു പരീക്ഷണം, ഈ ഒരു പിഴച്ച ഒരു ബുദ്ധിമുട്ടായ സംഭവം വെല്ലെ ഉറുമ്പരിക്കുന്നത് പോലെ അരിച്ചരിച്ച് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് മഹാനവറുകൾ ജീവിച്ച നൂറ്റാണ്ടിൽ അപ്പൊ ഈ പറയുന്നത്. അപ്പൊ ഈ കാലഘട്ടം എന്തായിരിക്കും നമുക്ക് നിരൂപിക്കാം. നിർത്തിയില്ല. ഫളിലൻ, ഒന്നും കൂടി ഞാൻ പറയട്ടെ, അൻ വൈരിഹിം മിൻ ആമത്തിൽ മുസ്ലിമീന, പൊതുവെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഇങ്ങനെ ഒരു കണക്ക് എന്ത് പറഞ്ഞാൽ ആക്കെ ഖദറല്ലേ എന്ന് ഉണ്ടല്ലോ. ഇത് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടല്ലോ ഈ വലിയൊരു അപകടം എന്നൊരു പേടി എനിക്കുണ്ട്. ഈമാനുള്ള ആളുകൾ അങ്ങനെ പറയുക, അങ്ങനെയാണ് പേടിക്കേണ്ടതും. മറ്റുള്ളവർക്ക് വരുന്ന അപകടത്തെക്കുറിച്ചുള്ള പേടിയാണത്, അവിടെ സന്തോഷിക്കുകയല്ലല്ലോ.
അലാ വുജൂദി ഹാദൽ അംരി മിൻഹും. ഈ ഞാൻ പറയുന്നതും എനിക്ക് ഉണ്ടായ പേടി വെറുതെയല്ല, ഇവരിൽ ഈ കാര്യമൊക്കെ ഉണ്ട്. ഏത് കാര്യം? നമ്മൾ പറഞ്ഞില്ലേ, ഖദർ കൊണ്ടുള്ള വിശ്വാസം അവിടെ നിർത്തിയിട്ട് തെറ്റൊക്കെ ചെയ്യുക, എന്നിട്ടൊക്കെ അള്ളാന്റെ ഖദർ കൊണ്ട് സംഭവിച്ചെന്ന് പറയാം. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവലിന്റെ മേലിൽ അറിയിക്കുന്ന സംഭവം അടുക്കയാകുന്നുണ്ട്. എന്ത്? അന്നഹു ലാ യൽഹറു അലൈഹിം, നിശ്ചയമായിട്ടും അവരുടെ മേലിൽ പ്രകടമാകുന്നില്ല, വെളിവാകുന്നില്ല, കസീറു തവജ്ജുഇൻ, മനസ്സിലുള്ളൊരു വേദന, വതഅല്ലുമിൻ, ഖൽബ് അറിഞ്ഞിട്ടുള്ളൊരു വേദന, വതഅസ്സുഫിൻ, ദുഃഖം, എന്തമാ യസ്ദുറു മിൻ ബഅദിഹിം മാ യുലാമു അലൈഹി വയുദമ്മു ബിഹി ശർഅൻ. അല്ലാഹു തആല കണക്കാക്കി തന്ന അള്ളാന്റെ നിയമമാണ് ശറഇൽ ആക്ഷേപിക്കപ്പെടുന്നതും അത് ചെയ്താൽ അവരെ കുറ്റപ്പെടുത്തുന്നതും ചിലതൊക്കെ അവരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ചിലവരിൽ നിന്ന്, ഇത്തരം ചിലവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, മൂല്യരള്ളപ്പ അയാള് എന്താ പഴ ചെയ്തത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനത്തെ തെറ്റായ പല കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വേദനയോ വേവലാതിയോ ദുഃഖമോ സങ്കടമോ ഒന്നും കാണുന്നില്ല. ഇത് തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവരൊക്കെ ഈ ഖദറിൽ നടന്നു പോവുകയാണോ? എന്താ അവർ വേദനിക്കാത്തത്? എന്താ അവർ ദുഃഖിക്കാത്തത്? എന്താ അവർക്ക് സങ്കടം വരാത്തത് എന്നൊക്കെ കാണുമ്പോ ഇത്തരം കാര്യങ്ങൾ അവരിലുണ്ടെന്ന് അറിയിക്കാൻ പോലും അടുക്കയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട മഹാൻ ആ നൂറ്റാണ്ടിൽ ഈ ഗ്രന്ഥം രചിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ മുഅ്മിനുകളെ, എന്റെ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹു അഅലം. നമ്മൾ ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ. എത്ര നല്ലൊരു ഉപദേശം, എത്ര നല്ലൊരു അറിവാണ് ഈ മഹാൻ ഈ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫല്യത്തഖില്ലാഹ്. അതുകൊണ്ട് മഹാൻ പറയുന്നു, ലാസ്റ്റായി പറയാണ്, ഈ ലാസ്റ്റല്ല, ഈ വിഷയത്തിന്റെ ലാസ്റ്റിൽ പറയുന്നു, എന്താ? അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ, മുഅ്മിനുൻ, സത്യവിശ്വാസി പേടിക്കട്ടെ, അഹസ്സ മിൻ നഫ്സിഹി ബിദാലിക. ഇത്തരം കാര്യങ്ങളുമായി അറിഞ്ഞൊരു മനുഷ്യൻ തന്റെ സ്വന്തം ശരീരത്തിൽ മനസ്സിലാക്കപ്പെടച്ചവനെ, എന്റെ ഈ വിശ്വാസം ശരിയല്ലല്ലോ, എന്തൊരു വിശ്വാസമാണ് ഇത് ഞാൻ മാറ്റിയെടുക്കട്ടെ, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കട്ടെ എന്നൊരു സത്യവിശ്വാസി എന്ത് വേണം? പേടിക്കട്ടെ. വൽയതകല്ലഫു നഫിയഹു അൻഹാ. ഇത്രയും ദുഷിച്ചതായിരിക്കുന്ന ഈ വിശ്വാസം തന്റെ ശരീരത്തെ തൊട്ട് ഇല്ലാതെയാക്കാനുള്ള ശ്രമം അവൻ നടത്തട്ടെ. വല്യഅലം, മുഅ്മിൻ അറിയട്ടെ, അന്നല്ലാഹ ലാ യഅ്ദുറുഹു ബിൽ ഖദർ. ഖദറും പറഞ്ഞ് അള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നാൽ ആ കാരണമായി അള്ളാഹു തആല സ്വീകരിക്കൂല. വലാ യഖ്ബലു മിനുൽ ഇഹ്തിജാജ ബിഹി. അതുകൊണ്ട് ലക്ഷ്യം അള്ളാഹ്ക്ക് വേണ്ട, ആ ലക്ഷ്യം അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. ഏതുവരെ? മാദാമ മുഖ്താറൻ അബദൻ അബദാ, കാലാകാലം അവന് സ്വയം ചെയ്യുവാനുള്ള അധികാരവും വകതിരും അല്ലാഹു തആല കൊടുത്ത് നിൽക്കുന്ന കാലത്തോളം അല്ലാഹു തആല ഖദറുമായി അവന്റെ അടുത്തേക്ക് ചെന്നാൽ അല്ലാഹു സ്വീകരിക്കൂല. ആ ലക്ഷ്യം അല്ലാഹു തആലക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ മുക്കല്ലഫ്, പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉണ്ട്, ഭ്രാന്തനല്ല, ബുദ്ധി നഷ്ടപ്പെട്ടവനല്ല. ഈ രൂപത്തിൽ തന്റെ അടുത്തോടുകൂടെ ജീവിക്കുന്നവനാണ് എങ്കിൽ ഈ കാരണവുമായി ചെല്ലണ്ട, ചെന്ന അല്ലാഹു തആലക്ക് ഇഷ്ടമില്ല, സ്വീകരിക്കില്ല എന്നൊരു ബോധം സത്യവിശ്വാസിയായ ഒരാൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുകയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മോട് പറയുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനൊരു വാക്ക് കേട്ടാൽ എന്താണ് കേട്ടവൻ ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് അവരെ നന്നാക്കി എടുക്കേണ്ടത്, എങ്ങനെയാണ് ആ ഒരു വിശ്വാസം മാറ്റിയിട്ട് ഖദർ കൊണ്ടുള്ള വിശ്വാസം ആ മുസ്ലിമിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളൊരു വിഷയമാണ്. അതിന്റെ ബാക്കി ഭാഗം തുടരാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് തുടരാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മിൽ നിന്ന് സ്വാലിയായി കർമ്മമായി സ്വീകരിക്കട്ടെ. നാളെ ഖബറിലും ആഖിറത്തിലും ഇത് നമ്മുടെ നന്മയുടെ ഏടുകളിൽ മുൻതൂക്കമാക്കി അള്ളാഹു തആല വെക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരും മുത്തഖിയായി ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മോട് കടപ്പാടുള്ള ബന്ധമുള്ള എല്ലാ മുഅ്മിനാത്തുകൾ, മുഅ്മിനീങ്ങൾ, നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ ഉസ്താദുമാർ എല്ലാവരെയും അള്ളാഹു ഹബീബ നബിയുടെ ജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് ചിലപ്പോൾ ലേശം സമയം നീണ്ടുപോയിട്ടുണ്ടാകും. ആ വിഷയം അങ്ങനെ പറഞ്ഞു പോയപ്പോൾ നീണ്ടുപോയതാണ്. പിന്നെ പെട്ടെന്ന് ഞാൻ സമയം വൈകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നിർത്തിയതും കൂടിയാണ്. അള്ളാഹു
കബൂൽ ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഈ സാധുവിനും കുടുംബത്തിനും ഇഹപര വിജയത്തിന് വേണ്ടി, ഇൽമു വർദ്ധിച്ചു കിട്ടുവാൻ വേണ്ടി, സേവനം ചെയ്യുവാൻ വേണ്ടി ഒക്കെ ത്വാക്കത്തും ഒക്കെ ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണമെന്ന അപേക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ.